മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ മഞ്ജു ആണെങ്കിൽ കണ്ണനെയും മഹാലക്ഷ്മിനെയും വന്ന് കണ്ടിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ സാഹറേട്ടനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമെന്ന് കരുതിയിട്ടാണെങ്കിൽ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗവും ഇല്ലാണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നാലും ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരില്ല. അതുമാത്രമല്ല, ആ മേഘനാണെങ്കിൽ ഇപ്പം എൻ്റെ ജോലിയും കളഞ്ഞു. ഇനി എനിക്ക് ഒരു സ്ഥലത്തും ജോലിയിൽ പ്രവേശിക്കാനും പറ്റില്ല. ആ മേഘൻ എന്നെ അത്രയധികം മോശക്കാരിയായി ചിത്രീകരിച്ചു. അവൻ എൻ്റെ പിന്നാലെ തന്നെ ഞങ്ങൾ ഉപദ്രവിക്കാനായിട്ട്. പിന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് ഉറപ്പിച്ച് പറയാം, ആ കഞ്ചാവ് കേസിൽ സാഗറേട്ടനെ കുടുക്കിയതും മേഘൻ തന്നെയാണ്. തോമസ് സാറിൻ്റെ വണ്ടിയിൽ സാഗറേട്ടനെ കൊടുക്കാൻ വേണ്ടിയിട്ട് കഞ്ചാവ് കൊണ്ടുവന്ന് വെച്ചതും അവനാന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്തായാലും മേഡത്തേക്ക് ഇപ്പോൾ സമാധാനമായല്ലോ എന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മിയോടും ദേഷ്യപ്പെട്ട് തന്നെ മഞ്ജു സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് കണ്ണനാണെങ്കിൽ ആകെ ഒരു സങ്കടമാവുന്നുണ്ട്. മഞ്ജുവിനെ കണ്ണന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ മഞ്ജുവിൻ്റെ ഈ അവസ്ഥയിൽ കണ്ണന് നല്ല വിഷമമുണ്ട്. എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട്, നിനക്ക് അവൻ്റെ കൂടെ ഒത്തുപോകാൻ പറ്റില്ല എന്ന് തോന്നിയാൽ നീ ഇങ്ങോട്ട് പോരെ മഞ്ജു എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും അങ്ങനെ വരില്ല. അഥവാ എനിക്ക് സാഗറേട്ടൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും മോശമായ അനുഭവം ഉണ്ടായാൽ പിന്നെ ഞാൻ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവില്ല. പിന്നെ എൻ്റെ മരണം മാത്രമായിരിക്കും സംഭവിക്കുകയെന്ന്. അത് കേട്ടതും കണ്ണനാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. പിന്നീട് മഞ്ജു പോകുമ്പം മഹാലക്ഷ്മി ആണെങ്കിൽ മഞ്ജു പോവല്ലേ നിൽക്കുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മഞ്ജു അതൊന്നും മൈൻഡ് ആക്കാണ്ട് അങ്ങോട്ട് പോകണമുണ്ട്. പിന്നീട് മഞ്ജു നേരെ ചെന്നിട്ട് സാഗർ മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്, എന്തായി മഞ്ജു, നീ എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ കണ്ണേട്ടനെ എടുത്തിയെ നേരിട്ട് കാണാനായിട്ട് പോയതാണ്. സാഗറേട്ടൻ അവരുടെ കമ്പനി കട്ടുകൊണ്ടിരാനൊന്നും അല്ലല്ലോ പോയത്, അവിടെ ജോലി എടുക്കാനല്ലേ പോയത്, അതും മെക്കാട് പണിക്ക്. എന്നിട്ടും എടുത്തി എന്തിനാ സാഗറേട്ടനെ പിരിച്ചു വിട്ടേന്ന് എനിക്ക് ചോദിക്കണമായിരുന്നു. അത് ചോദിച്ചില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ട് ഞാനത് ചോദിക്കാനായിട്ട് പോയതാണ്. അപ്പോൾ എടുത്തി പറയണത് ഉണ്ണിയേട്ടനെ അവിടെ ഉണ്ടായതുകൊണ്ടാണ് പിരിച്ചു വിട്ടേന്ന്. ആ സമയം സാഗർ പറയുന്നുണ്ട്, അത് ചിലപ്പം ശരിയായിരിക്കും മഞ്ജു. ഉണ്ണിയാണെങ്കിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അതുമാത്രമല്ല, മഹാലക്ഷ്മിയെയും എന്നെയും ചേർത്ത് വളരെ മോശമായിട്ട് ഉണ്ണി സംസാരിക്കുകയും ചെയ്തു. ആ സമയത്ത് മഞ്ജു ചോദിക്കുന്നുണ്ട്, സാഗറേട്ടനെയും ഏടത്തിനെയും ചേർത്ത് ഉണ്ണിയേട്ടൻ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴും ഞാനും മഹാലക്ഷ്മിയും തമ്മിൽ ബന്ധമുണ്ട്, അതുകൊണ്ടാണ് എന്നെ അവിടെ ജോലിക്ക് എടുത്തേക്കണേന്നൊക്കെ പണിക്കാരുടെ മുമ്പിൽ വെച്ച് ഉണ്ണി പറഞ്ഞു. ആ സമയത്ത് മഹാലക്ഷ്മിക്ക് എന്നെ പിരിച്ചുവിടുക അല്ലാതെ വേറെ മാർഗ്ഗമൊന്നും ഇല്ലായിരുന്നിരിക്കും. അതുകൊണ്ടായിരിക്കും മഹാലക്ഷ്മി അങ്ങനെ ചെയ്തതെന്ന്. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, എന്നാലും ഈ ഉണ്ണിയേട്ടൻ ഇത്രയ്ക്ക് ദുഷ്ടനായിപ്പോയല്ലോ. ഇത്രയും ദുഷ്ടനായ ഒരു മനുഷ്യൻ്റെ കൂടിയാണല്ലോ ഞാൻ കണ്ണേട്ടനെ എടുത്തേയും ഉപദ്രവിച്ചത്. അതുപോലെ തന്നെ ആ മേഘനെ വിവാഹം കഴിക്കരുതെന്ന് എൻ്റെ കണ്ണേട്ടൻ പറഞ്ഞതാ. അന്ന് ഞാനത് കേട്ടിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഈ ഒരവസ്ഥ വരില്ലായിരുന്നു. ആ മേഘൻ എത്ര ദുഷ്ടനാണെന്നുള്ളത് എനിക്കിപ്പോൾ ഓരോ ദിവസവും ചെല്ലുന്തോറും കൂടുതൽ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സാഗർ പറയുന്നുണ്ട്, നീ അതൊന്നോർത്ത് ടെൻഷൻ ആവണ്ട മഞ്ജു, എന്തായാലും നമുക്ക് എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞ് കിട്ടും. നമുക്ക് ജീവിക്കാൻ ആരുടെയും മുമ്പിൽ കൈ നീട്ടേണ്ടൊന്നും വരൂല, നീ സമാധാനമായിട്ടിരിക്കുന്ന. ഇത് കാണിക്കുന്നത് നമ്മളുടെ മേഘനാഥനെയും ഉണ്ണീനെയും പ്രതാപനെയാണ്. ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട്, ഇനി അവനക്കും അവൾക്കും ഒരു സ്ഥലത്തും ജോലി കിട്ടൂല, അതുകൊണ്ട് തന്നെ അധികം വൈകാതെ അവൾ എൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുമെന്ന്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, നമ്മളെ വേദനിപ്പിച്ചവർക്കൊക്കെ നല്ല തിരിച്ചടി തന്നെ കൊടുക്കണം മേഘ. ഇപ്പോൾ സാഗറിൻ്റെ ജോലി പോയി, മഞ്ജുവിൻ്റെ ജോലിയും പോയി. ഇനി അവർക്ക് ജീവിക്കാൻ വഴിയില്ലാതാവുമ്പോൾ മഞ്ജു എന്തായാലും ആ സാഗറിനെ ഉപേക്ഷിച്ച് നിൻ്റെ അടുത്തേക്ക് തന്നെ വരും. അതിനെനിക്കൊരു സംശയമില്ല. ഇനി നമ്മൾ ശത്രുക്കൾക്ക് തിരിച്ചടി കൊടുക്കേണ്ട സമയമാണെന്ന്. ആ സമയത്ത് മേഘം പറയുന്നുണ്ട്, ഞാൻ അവനെയും അവളെയും വെറുതെ വിടാൻ പോകുന്നില്ല. അവർ എവിടെ ജോലിക്ക് കയറിയാലും അവിടെ നിന്നൊക്കെ ഞാൻ ജോലി കളയിപ്പിക്കും. എന്തായാലും അവൾ എൻ്റെ കാൽച്ചുവട്ടിൽ എത്തണ വരെയും ഞാൻ അവളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയം ഉണ്ണി പറയുന്നുണ്ട്, മഞ്ജുവിൻ്റെ ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് ഒരു കാരണവശാലും മഞ്ജു ഇനി മേഘേട്ടൻ്റെ ജീവിതത്തിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നണില്ല. അങ്ങനെ സാഗറിനെ വേണ്ടെന്ന് വെച്ചാലും അവൾ കണ്ണേട്ടൻ്റെ അടുത്തേക്കായിരിക്കും പോവുള്ളൂ. ആ സമയം മേഘം പറയുന്നുണ്ട്, അതിന് കണ്ണനക്കും മഹാലക്ഷ്മിക്കും സാഗറിനെ ഒട്ടും ഇഷ്ടമല്ലല്ലോ. അങ്ങനെയുള്ള സാഗറിൻ്റെ കൂടെ പോയ മഞ്ജുവിനെ ഒരിക്കലും കണ്ണനെ അംഗീകരിക്കൂല. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, അത് നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റൂല. കണ്ണേട്ടന് പണ്ട് തൊട്ടേ മഞ്ജുവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നേക്കാളും കൂടുതൽ മഞ്ജുവിനെ സ്നേഹിച്ചതും കണ്ണേട്ടനാണ്. അതുകൊണ്ട് മഞ്ജുവിന് ഒരു ആപത്ത് വന്നു എന്ന് പറഞ്ഞാൽ കണ്ണേട്ടൻ മഞ്ജുവിനെ കൈവിടില്ല. അത് തന്നെയല്ല, ഇപ്പോൾ മേഘേട്ടൻ അവളുടെ ജോലി കളഞ്ഞത് ഒരു കണക്കിന് മണ്ടത്തരായിന്ന് എനിക്ക് തോന്നണേ. ഇനിയിപ്പോൾ മഞ്ജുവിനും സാഗറിനും ജോലി ഇല്ലയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഏട്ടനും ഏടത്തിയും കൂടി കമ്പനിയിൽ അവർക്ക് എന്തെങ്കിലും ജോലി കൊടുത്താൽ അവരെല്ലാവരും ഒറ്റക്കെട്ടാവും. പിന്നെ നമ്മളുടെ ഒരു പദ്ധതിയും വിജയിക്കില്ല എന്ന്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, അതും ഉണ്ണിക്കുട്ടൻ പറയുന്നത് നേരാട മേഘ. ഇനി മഹാലക്ഷ്മിയും കണ്ണനും ഇവർക്ക് ജീവിക്കാൻ വേറെ മാർഗ്ഗമൊന്നുമില്ലല്ലോ എന്ന് കരുതി ജോലി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരൊറ്റക്കെട്ടാവും. പിന്നെ നമ്മൾ അവർക്കെതിരെ എന്ത് പ്ലാൻ ചെയ്തിട്ടും കാര്യമില്ല എന്ന്.
പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനെ മഹാലക്ഷ്മീനെയാണ്. കണ്ണനാണെങ്കിൽ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് മഹാലക്ഷ്മി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, കണ്ണേട്ടൻ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കണേന്ന് ചോദിക്കുമ്പം, എനിക്ക് മഞ്ജു ഇന്ന് വന്ന് എന്നോട് പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കാൻ പറ്റുന്നില്ല മഹി. അവൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചാൽ എനിക്കത് താങ്ങാൻ പറ്റില്ല. എൻ്റെ സഹോദരിയല്ലേ അവൾ, ഞാൻ അവളെ ജീവനേക്കാളും ഉപരി സ്നേഹിച്ചിരുന്നു. എന്നിട്ടിപ്പോൾ അങ്ങനെയുള്ള എൻ്റെ കുഞ്ഞനുജത്തിക്ക് ഇതുപോലൊരു ആപത്ത് വന്നു എന്ന് പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റുമോ? അവരെവിടെയെങ്കിലും സന്തോഷമായി ജീവിക്കട്ടെ എന്നേ ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുള്ളൂ. സാഗറിനെ എനിക്കിഷ്ടമല്ലെങ്കിലും അവനും മഞ്ജുവും സന്തോഷമായി ജീവിക്കുകയാണെങ്കിൽ എനിക്കും അത് സന്തോഷമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ മേഘനായിട്ട് മഞ്ജുവിൻ്റെ ജോലി കളഞ്ഞു, ഉണ്ണിയും മഹിയും കാരണം സാഗറിൻ്റെ ജോലിയും പോയി. ഇനി അവരെങ്ങനെ ജീവിക്കും മഹീന്ന്? ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്നാൽ കണ്ണേട്ടനൊരു പണി നമ്മളുടെ ഏതെങ്കിലും കമ്പനിയിൽ മഞ്ജുവിനെ ജോലിയിൽ കയറ്റെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അതൊന്നും ശരിയാവില്ല മഹി, അവർക്ക് അതിനോട് താല്പര്യം ഉണ്ടാവില്ല. മഞ്ജു പറഞ്ഞത് നീ ശ്രദ്ധിച്ചില്ലേ, നമ്മളുടെ ആരുടെയും സഹായത്തിന് അവർ വരില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞാലും മഞ്ജു അത് സമ്മതിക്കുമെന്ന് തോന്നണില്ല. എന്തായാലും ഞാൻ ആ മാർക്കോയെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന്. അങ്ങനെ കണ്ണൻ ഫോണെടുത്ത് മാർക്കോയെ വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് മാർക്കോയ ആണെങ്കിൽ കണ്ണൻ സാറാല വിളിക്കണേന്ന് പറഞ്ഞ് വേഗം ഫോൺ അറ്റൻഡ് ചെയ്തിട്ട്, എന്താ കണ്ണൻ സാറേ എന്ന് ചോദിക്കുമ്പോൾ, മാർക്കോ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇപ്പം സാഹറിന് തോമസ് ഡോക്ടറുടെ അടുത്ത ജോലി പോയല്ലോ, അതിന് പകരം അവൻ കമ്പനിയിൽ മെക്കാഡായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് മഹി അവനെ ആ ജോലിയിൽ നിന്നും പിരിച്ചു വിട്ടു. അതിനൊരു കാരണമുണ്ട്. ഉണ്ണി അവിടെ വന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ മഹിക്ക് വേറെ മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ടാണ് മഹി അങ്ങനെ ചെയ്തത്. അതുമാത്രമല്ല, മഞ്ജു ഒരു ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ഗേളായിട്ട് ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ആ മേഘൻ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി അവളെ ആ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. ഇനിയിപ്പം മേഘൻ കാരണം അവൾക്ക് വേറെ എവിടെയും ജോലിക്ക് പോകാൻ പറ്റുമെന്നും തോന്നണില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മാർക്കോ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. സാഹിർ നിരപരാധിയാണെന്ന് മഞ്ജു തർപ്പിച്ച് പറയുന്നുണ്ട്. ഇപ്പം ഞങ്ങൾക്കും തോന്നുന്നുണ്ട് മേഘൻ തന്നെ സാഹിറിനെ ചതിച്ചതായിരിക്കുന്നു. കാരണം മേഘൻ സാഹിറിൻ്റെയും മഞ്ജുവിൻ്റെയും പിന്നാലെയുണ്ട്. മഞ്ജു എങ്ങനെയെങ്കിലും മേഘൻ്റെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു ചെല്ലാനാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ എനിക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ട്, മഞ്ജു ഒരിക്കലും ഇനി മേഘൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലില്ല. ജീവിതം അടുത്തു കഴിഞ്ഞാൽ അവൾ ആത്മഹത്യ ചെയ്യുള്ളൂ എന്ന്. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട്, എന്തായാലും ആ കഞ്ചാവ് കേസിൽ മേഘനെതിരെ കുറേ തെളിവുകൾ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കണ്ണൻ സാറേ. ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ ആ തെളിവുകളെല്ലാം നമുക്ക് കോടതിയിൽ ഹാജരാക്കാൻ പറ്റും. അപ്പോൾ ചിത്രം മാറി മറിയും. സാഹിർ കഞ്ചാവ് കേസിൽ പ്രതിയാണെന്നും പറഞ്ഞ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട തോമസ് ഡോക്ടർ അപ്പോൾ സാഹിറിനെ ജോലിയിൽ തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ അധിക ദിവസമൊന്നും സാഹിർ പ്രതിയായിരിക്കില്ല. സാഹിറിന് പകരം ആ കേസിൽ പ്രതിയാവാൻ പോകുന്നത് മേഘനാഥനാണ്. അതിനുവേണ്ട എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, മാർക്കോയുടെ ഒരു ശ്രദ്ധ എപ്പോഴും മഞ്ജുവിലും സാഹിറിലും ഉണ്ടാവണം. കാരണം മേഘൻ എപ്പോൾ വേണമെങ്കിലും അവരെ ഉപദ്രവിക്കാം. അവരുടെ പുറകെ തന്നെയുണ്ട് മേഘൻ, അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചേക്കണം എന്ന് പറഞ്ഞു. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട്, അത് കണ്ണൻ സാർ എന്നോട് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും മഞ്ജുവിനെയും സാഗറിനെയും ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചോളാമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്ന സമയത്ത് ദുർഗ അങ്ങോട്ട് വരുന്നുണ്ട്. കൂടെ ഉണ്ണിയുണ്ട്. വന്നിട്ട് ദുർഗ പറയുന്നുണ്ട്, ഇവളുടെ പഴയ കാമുകനക്ക് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലിയൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയണ കേട്ടുല്ലോ എന്ന് പറയുമ്പം കണ്ണൻ ചോദിക്കുന്നുണ്ട്, അമ്മ ആരെയും അമ്മ ഉദ്ദേശിക്കണത് എന്താണെന്ന് വ്യക്തമായി പറയുകയാണെങ്കിൽ ഞാനതിന് മറുപടി പറയാമെന്ന് പറയുമ്പം, അത് വേറെ ആരുമല്ല, ആ സാഗറില്ലേ, സാഗർ ആദ്യം ഇവളെ പ്രണയിക്കാനല്ലേ വന്നത്, എന്നിട്ടല്ലേ എൻ്റെ മഞ്ജുവിനെയും കൊണ്ട് പോയത്. അവനക്ക് ഇവള് ആരോടും ചോദിക്കാതെ ജോലി കൊടുത്തു എന്ന് പറഞ്ഞു കേട്ടുള്ളൂ. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അതിന് മഹിയല്ല അവിടെ ജോലി കൊടുത്തത്, മഹി അറിഞ്ഞ പോലുമില്ല, അത് മേസ്തിരി അവിടെ ജോലിക്ക് ആളെ എടുക്കണതെന്ന് പറയുമ്പം ഉണ്ണി പറയുന്നുണ്ട്, അതൊക്കെ കണ്ണേട്ടൻ വെറുതെ പറയണതാ, ഇവരറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവനക്ക് അവിടെ ജോലി കൊടുത്തത്. ഇവർക്കല്ലെങ്കിലും എന്നെയും മേഘേട്ടനെ നാണം കിടത്തണം എന്നുള്ള ചിന്തയല്ലേ ഉള്ളൂ. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, നിങ്ങൾ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ നിർത്തണതാണ് നിങ്ങൾക്ക് നല്ലത്. മഹി അറിഞ്ഞുകൊണ്ടല്ല അവിടെ ജോലി കൊടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മഹി അറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. അല്ലാതെ നിങ്ങളെ കൂട്ട് അഭിനയിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. ഇനിയിപ്പോൾ മഹി അറിഞ്ഞുകൊണ്ടാണ് ജോലി കൊടുത്തതെങ്കിൽ അത് സമ്മതിക്കണേന് ഞങ്ങൾക്ക് നിങ്ങളെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ കമ്പനിയിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ഞങ്ങൾ ജോലിക്ക് നിയമിക്കണേന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, അത് ശരി, അതിന് വേണ്ടിയിട്ടാണല്ലോ എൻ്റെ ഏട്ടനെയും ഉണ്ണീനെയൊക്കെ കമ്പനിയിൽ നിന്ന് പിരിച്ചു വിട്ടതെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അവരെ പിരിച്ചു വിട്ടത് വെറുതെ ഒന്നുമല്ല, അവർ കമ്പനിയിൽ ഒരുപാട് അഴിമതി നടത്തി, അത് തെളിഞ്ഞതുകൊണ്ടാണ് ഞാൻ അവരെ പിരിച്ചു വിട്ടത്. എന്തായാലും ഉണ്ണി ഇപ്പോഴും എൻ്റെ സ്ഥാപനത്തിൽ തന്നെയല്ലേ ജോലി ചെയ്യുന്നത്. ആ ജോലി ഇതുപോലെയുള്ള സംസാരം കൊണ്ട് കളയാൻ നിങ്ങൾ അമ്മയും മോനും നിൽക്കണ്ടാന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, അതും നീ ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാടാ. ഇപ്പം നീ ഇവള് പറയുന്നതനുസരിച്ചല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യണേ. അല്ലെങ്കിൽ പിന്നെ എന്നെയും ഉണ്ണീനെയും മേഘനെയും നാണം കെടുത്തിയ
സാഹറിനെ ഇവള് കമ്പനിയിൽ ജോലിക്ക് എടുക്കൂലായിരുന്നല്ലോ എന്ന്. അത് കേട്ടതും കണ്ണൻ പറയുന്നുണ്ട്, നിങ്ങളെ വിശ്വസിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് കണ്ണൻ മഹാലക്ഷ്മിനെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സാഹറും മഞ്ജു ഇങ്ങനെ ഇനി എന്ത് ചെയ്യും, നാളെ വേറെ എവിടെയെങ്കിലും ജോലി കണ്ടുപിടിക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ വീടിൻ്റെ മുമ്പിൽ ഒരു വണ്ടി വന്നിരിക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. ആ സമയം സാഹർ പറയുന്നുണ്ട്, ഈ നേരത്തെ ആരായിരിക്കും ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ, അറിയില്ലല്ലോ സാഹറേട്ടൻ, എന്തായാലും സാഹറേട്ടനൊന്ന് പോയി നോക്കുന്നു പറഞ്ഞാൽ അങ്ങനെ സാഹർ വന്ന് ഡോറ് തുറക്കണതും നമ്മളുടെ മേഘനാഥനാണെങ്കിൽ അങ്ങോട്ട് കയറി ചെല്ലുന്നുണ്ട്. മേഘനാഥനെ കണ്ടതും സാഹർ ഒന്ന് പേടിക്കുന്നുണ്ട്. എന്നിട്ട് മേഘനാണെങ്കിൽ കയറി വന്നിട്ട് സാഗറിൻ്റെ കഴുത്തിന് കയറി പിടിക്കുന്നുണ്ട്. അത് കണ്ടതും മഞ്ജു ഓടി വന്നിട്ട് വിറ, എൻ്റെ സാഗറേട്ടനെ വിറാന്നും പറഞ്ഞ് മേഘനെ തല്ലി സാഗറിനെ വിടിയിപ്പിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് സാഹിർ മേഘനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഞങ്ങളിങ്ങനെ ഉപദ്രവിക്കാൻ നടക്കണേ, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുമല്ലേ എന്ന് പറയുമ്പം, നിങ്ങളങ്ങനെ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഇവളെന്ന് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരണോ അതുവരെയും ഞാൻ നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന്. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, അത് നിൻ്റെ വെറും വ്യാമോഹ, ഒരിക്കലും ഞാൻ നിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പോകണില്ല എന്ന്. ആ സമയത്ത് മേഘം പറയുന്നുണ്ട്, ഒരു ഗതിയുമില്ലാതെ ഭക്ഷണത്തിന് വഴിയില്ലാതെ ഭക്ഷണം കഴിക്കാൻ ഫിഷ് എടുത്ത് ജീവിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നിന്നെയും ഇവനെയും ഞാൻ എത്തിക്കും. ആ സമയം മഞ്ജു ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട്, അങ്ങനെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് വന്നാലും ഞങ്ങൾ നിൻ്റെ വീട്ടിലേക്ക് വരൂല, അതുപോലെയെന്ന്. ആ സമയം മേഘനാണെങ്കിൽ മഞ്ജുവിനെ തല്ലാനായിട്ട് കൈ ഉയർത്തുന്നതും മേഘൻ്റെ കയ്യിൽ ആരോ കയറി പിടിക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മളുടെ മാർക്കോയാണ്. മാർക്കോയോട് കണ്ണൻ ഫോൺ ചെയ്ത് പറഞ്ഞതനുസരിച്ച് മഞ്ജുവിൻ്റെയും സാഗറിൻ്റെയും കാര്യങ്ങൾ തിരക്കാൻ വേണ്ടിയിട്ട് മാർക്കോ വരുമ്പോഴാണ് ഈ മേഘൻ ഇവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കണ കാണുന്നത്. അങ്ങനെ മാർക്കോ മേഘനോട് പറയുന്നുണ്ട്, നിന്നോട് ഞാൻ പല പ്രാവശ്യം താക്കീത് ചെയ്തിട്ടുണ്ടായിരുന്നു, മഞ്ജുവിൻ്റെയും സാഗറിൻ്റെയും ജീവിതത്തിൽ വിലങ്ങുതടിയായിട്ട് നീ വന്നാൽ പിന്നെ നിൻ്റെ ജീവിതം തീരുമാനിക്കുന്നത് ഞാനായിരിക്കുമെന്ന്. എന്തായാലും നീ അതനുസരിക്കാൻ തയ്യാറല്ല, നിന്നെ ഞാൻ ഇന്നത്തോടുകൂടി മര്യാദ പഠിപ്പിക്കാമെന്നും പറഞ്ഞുകൊണ്ട് മാർക്കോ മേഘൻ്റെ കർണം നോക്കി ഒന്നങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.